അതായത് നമ്മളെ പിടിച്ചിരുത്തും. അതായത് നമുക്ക് എന്തുമായിരിക്കും എന്നുള്ള ഇതിൽ ട്രെയിലർ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇതൊരു കോമഡി ഫൺ മൂവിയാണെന്ന്. പക്ഷേ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ക്ലൈമാക്സ്. ഹേ സിനിഫേൽസ്, വെൽക്കം ബാക്ക്. ഈ വർഷത്തെ ആദ്യ മലയാള സിനിമ നിഖില വിമൽ, ഹക്കീം ഷാ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് എത്തുന്ന പെണ്ണ് കേസ്. അപ്പോൾ കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. ഈ ഒരു സിനിമ കണ്ടാൽ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്തേക്കുക. അപ്പോൾ നേരെ പെണ്ണ് കേസ് റിവ്യൂലേക്ക്. നല്ല പടമായിരുന്നു, കുഴപ്പമില്ല, മോശമല്ല, നന്നായിട്ടുണ്ട്. അയാളുടെ ഫസ്റ്റ് ഡയറക്ടർ ഡിബേട്ടാന്ന് തോന്നുന്നല്ലേ, പക്ഷെ എന്തായാലും നന്നായിട്ടുണ്ട്. മറ്റേ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പടമുണ്ട്, ക്ലൈമാക്സ് അതിന്റെ ഇൻസ്പിറേഷനാണ്. കൊള്ളാം, പക്ഷെ അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കഥയെ കൊള്ളാം, ട്രൂവൻസ് അല്ലേ, നല്ല നന്നായിട്ട് കോമഡി തന്നെയാണ് പിടിച്ചേക്കുന്നത്. അതോ കുഴപ്പമില്ല, ബോറടിയില്ല, ഒട്ടും ബോറടിയില്ല. ഇപ്പം ഇറങ്ങിയ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ വളരെ നന്നായി ഭേദമായിട്ടുള്ള സിനിമ, നല്ല സിനിമയായിട്ടാണ് തോന്നുന്നത്. ഫാമിലിക്കൊക്കെ വർക്കാവും. വർക്കാവും, സൂപ്പറായിട്ട്. ഇഷ്ടപ്പെട്ട് ചിരിക്കാനുണ്ടോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ക്ലൈമാക്സ് പ്രതീക്ഷിച്ചില്ല. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. കുഴപ്പമില്ല, കോമഡിയാണ്. കോമഡി ഉണ്ട്, ഇച്ചിരി സീരിയസും ഉണ്ട്. പിന്നെ ഫാമിലിക്കൊക്കെ വർക്കാവും അല്ലേ? വർക്കാവും. സസ്പെൻസ് നിലനിർത്തുന്നു. ഒരു മൊത്തത്തിൽ ഒരു കോമഡി ഡ്രാമയായിട്ട് വന്നേക്കുന്നത് സിനിമ. പിന്നെ അപ്പോൾ ഒരു ചെറിയൊരു ലാഗ് പോലത്തെ ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് തുടക്കത്തിലൊക്കെ. ഒരു ലാഗ് പോലെ വന്നിട്ട് പിന്നെ അത് ഇങ്ങനെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ഭയങ്കര ഇതായിട്ട് വരുന്ന ഒരു രീതിയിലാണ്. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ത്രെഡ് ആയിരുന്നല്ലോ, മലയാളത്തിൽ ആദ്യം വന്നിട്ടില്ല. അതെങ്ങനെ ഉണ്ട് ഒരു ലേഡി കളങ്കാവൽ സെറ്റപ്പില്? അതെ, ഒരു ലേഡിയുടെ ഒരു ഇതേപോലത്തെ ഒരു ക്യാരക്ടർ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഇതേപോലെ ഒരു അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അത് ക്ലൈമാക്സ് ഒക്കെ പ്രഡിക്റ്റബിൾ ആയോ? അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല, പ്രഡിക്റ്റബിൾ അല്ല. നമ്മൾ വിചാരിക്കുന്നത് ഇത് എങ്ങനെ പോകും എന്നുള്ള രീതിയിൽ വന്നിട്ട് ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് അത് പ്രഡിക്റ്റബിൾ അല്ലാത്ത പോലെ തോന്നിയത്. കോമഡിയൊക്കെ ആയിട്ട് കണ്ടിരിക്കാം, ഫാമിലിക്കൊക്കെ വർക്കാവും. ഒരു കോമഡി ഉണ്ട്. തിയേറ്റർ വാച്ചിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇത് ഒരു സിനിമയ്ക്കുള്ള ഒരു ഷോർട്ട് ഫിലിം പോലത്തെ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കഥയേ ഉള്ളു. സത്യം പറഞ്ഞാൽ ഇത് സിനിമയ്ക്ക് വേണ്ടി ആക്കിയെടുത്തു എന്നുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. മലയാള സിനിമ എങ്ങനെയുണ്ട് കണ്ടിട്ട്? കുഴപ്പമില്ല, ഒരു കൊച്ചുപടം കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഒരു ആവറേജ് ഫീലിംഗ് മേക്കിങ്ങിലും എല്ലാത്തിലും മൊത്തത്തിൽ, അല്ലാതെ വലിയ ഇതൊന്നുമല്ല. കോമഡി ഡ്രാമയാണെങ്കിലും നമ്മളൊരു വലിയ രീതിയിലുള്ള കോമഡി ഒന്നും അല്ല. നമുക്ക് കണ്ടിരിക്കാം, ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് നമുക്ക് പോവാം. അല്ല നമുക്ക് കണ്ടിറങ്ങി കഴിഞ്ഞിട്ട് ഈ കൊള്ളത്തില്ല അങ്ങനൊന്നും ഇല്ല. ഓക്കെ, ഒരു വൺ ടൈം വാച്ച്. എങ്ങനെയാണ് നിഖിലയുടെ ഒക്കെ ഒരു ഗുരുവായൂരമ്പല നടയിൽ അത് വ്യസന സമയത്ത് അതൊക്കെ ആയിട്ട് പെർഫോമൻസ് ഒക്കെ അങ്ങനെ തന്നെ, ക്യാരക്ടർ അങ്ങനെയാണ് ഏകദേശം. നിഖിലയുടെ ഒരു വേ ഓഫ് ആക്ടിങ് അറിയാമല്ലോ, അത് കണക്കാണ് പോകുന്നത്. പടം ഒരു നോർമൽ ആവറേജ്, നമുക്കൊരു ഷോർട്ട് ഫിലിമൊക്കെ പോലെയുള്ളൊരു മേക്കിങ്ങും അമ്മാതിരി ഒരു പരിപാടി. ക്ലൈമാക്സ് ഒക്കെ കൊള്ളാം. നമുക്കൊന്ന് അതായത് നമ്മളെ പിടിച്ചിരുത്തും. അതായത് നമുക്ക് എന്തുമായിരിക്കും എന്നുള്ളത്. പക്ഷെ എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമൊന്നുമല്ല, ഒരു നോർമൽ കൊച്ചുപടം. ആ കൊച്ചുപടം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അല്ലാതെ അതിന് അപ്പുറത്തോട്ടൊരു വലിയ ഇതൊന്നുമില്ല, ഒരു ആവറേജ് പടം. ക്ലൈമാക്സ് എത്തുമ്പം ഇമോഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യത്തില്ല ഇതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും. നമ്മൾ ബേസിക്കായിട്ട് കണ്ടുപോയേക്കുന്ന ഒരു ലെവലിൽ തന്നെ, അതായത് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അത് സോൾവ് ചെയ്യുന്നതായിരിക്കും വിചാരിക്കുന്നത്. പക്ഷേ ത്രില്ലർ മൂഡിലോട്ടാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, എനിക്കങ്ങനെ പേഴ്സണലായിട്ട് ഫീൽ ആയില്ല. പക്ഷേ എക്സ്പെക്ടേഷൻ പോയി. നമ്മൾ കണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു ഗ്രാഫ് അല്ലായിരുന്ന ക്ലൈമാക്സിൽ, അത്രേ ഉള്ളൂ. ഓക്കെ, അജു വർഗീസ്, പിഷാരടി അവരുടെയൊക്കെ ഒരു കോമഡി ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ചിലയിടത്ത് വർക്കായി, ചിലയിടത്ത് ശരിയായില്ല. ഫാമിലിക്കൊക്കെ എന്തായാലും വർക്കാവും. ഫാമിലി ആൾക്കാർക്ക് വന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, എങ്ങനെയുണ്ട് ബ്രോ ഇത് പെണ്ണ് കേസ്? ഒരു ആവറേജ് ഫിലിം എന്ന് വെച്ചാൽ, പ്ലോട്ടെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിലറിൽ കാണുന്ന കണക്ക് തന്നെ ലിഗ്രാമിൽ കുറേ പേരെ മാരേജ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഇല്ലീഗലായിട്ട് ഒരു അതിനെക്കുറിച്ചൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ സീരിയസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്, കോമഡി ആയിട്ട്. ഇതിൽ ട്രെയിലർ കണ്ടാൽ നമ്മൾ വിചാരിക്കുന്നത് ഒരു കോമഡി ഫൺ മൂവിയാണെന്ന്. പക്ഷെ എന്ന് വെച്ചാൽ സീരിയസ് ആയിട്ട് പോകുന്നതാണ്. ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ 5 മിനിറ്റ് കോമഡി, ബാക്കി ഫുള്ള് സീരിയസ് ആയിട്ടും. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ആദ്യത്തെ 10 മിനിറ്റ് കോമഡി, പിന്നെ ബാക്കി ത്രൂ ഔട്ട് ഒരു സീരിയസ് മൂഡിൽ. പിന്നെ ലാസ്റ്റ് ഒരു ചെറിയൊരു ട്വിസ്റ്റ് പോലെ വന്നിട്ട് ആ ഒരു ചെറിയൊരു മൂവി. പക്ഷേ ഫസ്റ്റ് ഹാഫിലും കുറച്ച് നമുക്ക് ലാഗ് ഫീൽ ചെയ്യും. പക്ഷെ എന്തുകൊണ്ടാണ് ആ ലാഗ് ഫീൽ ചെയ്യുന്നത് സെക്കൻഡ് ഹാഫിൽ ആ ക്ലൈമാക്സ് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഫസ്റ്റിലെ 50 hours തന്നെ കണ്ടുകൊണ്ട് കുഴപ്പമില്ല, ഒരു ആവറേജ്. തിയേറ്ററിൽ വർക്കാവും ഇപ്പോൾ ഫസ്റ്റ് മലയാള സിനിമ എന്നുള്ള രീതി. തിയേറ്ററിൽ ചിലർക്ക് വർക്കാവും. എന്ന് വെച്ചാൽ ഇങ്ങനത്തുള്ള സ്റ്റോറികളൊന്നും കാണാത്തവർക്കാണെങ്കിൽ വർക്കാവും. എനിക്കിത് കണ്ടപ്പോൾ തോന്നി മറ്റേ യൂട്യൂബിലൊക്കെ നമ്മളിങ്ങനെ സീരീസൊക്കെ വരുമല്ലോ, ഷോർട്സ് സംഭവങ്ങൾ, അതിൻ്റെ പോലത്തെ ഒരു സംഭവങ്ങൾ. പക്ഷേ മേക്കിംഗ് കൊള്ളാം.
പിന്നെ കോമഡി എന്ന് വെച്ചാൽ കുറേ വർക്കായില്ല, പക്ഷെ സെക്കൻഡ് ഹാഫിലെ കുറച്ച് സംഭവങ്ങൾ വർക്കായി, അത്രേ ഉള്ളൂ. നല്ലത്, കണ്ടുകൊണ്ടിരിക്കാം. സ്റ്റോറിയൊക്കെ പുതുമയുണ്ട്. ആ ഉണ്ട്.